നമ്മളിന്ന് ഇവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇവിടെ പുതിയ വീടൊക്കെ നമ്മൾ മേടിച്ചു ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ വീടിങ്ങനെ ചുറ്റി കറങ്ങിയപ്പോൾ നമുക്കൊരു കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കൊരു ടൂറ് പോകാൻ ഒരാൾ വിളിച്ചെന്ന്. അപ്പോൾ നമ്മളിന്ന് ടൂർ അവരെ കൂട്ടാൻ പോകുന്നത് നമ്മുടെ ഈ കൊമ്പൻ ബസ്സിലേക്ക് ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്ന് അവിടെ പോകുന്നതായിരിക്കും, ടൂറായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗൈസ് നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാം. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ, അവൻ നേരത്തെ വിട്ടു. അവന് വേറെ എവിടെ ഓട്ടോ ഉണ്ട്, അവൻ നേരത്തെ പോയി. നമുക്കിനി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. വലിയൊരു യാത്രയാണ് ബസ് സ്റ്റാൻഡിലേക്ക്. നമ്മളങ്ങനെ എത്തി ഗൈസ്. ഇവിടെ ആൾക്കാർ നേരത്തെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് നേരെ ഇനി ഇങ്ങോട്ടും കയറ്റാം ഗൈസ്. എനിക്ക് ഭയങ്കര പവറാണ്. ഇത്രയും പേരേ ഉള്ളൂ, ഫാമിലിയാന്ന് തോന്നിട്ട്. ഭയങ്കരം വണ്ടി ചെറുതായിട്ട് ചളിങ്ങിയാണ് ഇടിച്ചപ്പോൾ ഫുള്ള് ചെളിയാണ്. ആ ഫാമിലി എല്ലാവരും കയറിക്കോളൂ. ചെറുക്ക ഇവിടെ കേട്ടോ ഇരിക്കുന്നത്. ഇട്ടിപ്പുണ്ടായിരുന്നല്ലോ. ഇതുവരെ നമുക്ക് പോവാം ഗൈസ്. ഇങ്ങനത്തൊരു കാര്യം ലൈറ്റ് എനിക്ക് രാത്രി ആകുമ്പോൾ കത്തില്ല. അപ്പോഴായിരിക്കും കാണാൻ രസം. ഗൈസ് ഇത് 2-2.5 മണിക്കൂർ യാത്ര ഗൈസ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല ഗൈസ്. ഇനി അടുത്ത ഏത് വണ്ടിയും കൊണ്ടാണ് നമ്മൾ വരേണ്ടതെന്ന് ടൂർ പോകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്യുന്ന വണ്ടി കൊണ്ട് നമ്മൾ അടുത്ത ടൂർ പോകുന്നതായിരിക്കും. കുറച്ച് പേരുണ്ട്, ചുമ്മാ അല്ല, പകുതി ആൾക്കാരെ ഞാൻ മറ്റേ ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് വരുന്ന കളിക്കാൻ എടുത്തായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്. 2 ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ കുടുംബക്കാരാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി കൂട്ടി 15 പേരുണ്ട് ഗൈസ്. 14 പേര്, എന്നെ കൂടി കൂട്ടിയല്ലായിരുന്നു 15. സോറി, ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല പരസ്യം വരുന്നത്. നമുക്കിനി വിടാം ഗൈസ്. നമ്മളിപ്പോൾ ഏറെ കാട്ടിലാണ് ഗൈസ്. നമ്മൾ വയനാട്ടിലെത്തി. നമ്മൾ വയനാട് ചുരം കയറാൻ ഗൈസ്. നല്ല കർണാടക ബോർഡറാണ്. ഇത് ഇന്തോനേഷ്യയിലൊന്നും ഇവിടെ ഓടിക്കാൻ രസം ഗൈസ്. പാട്ട് കിട്ടുന്നു. കാട്ടു ചമ്പകം പൂത്തോട്ടെ, വെള്ളരിക്ക പഴുത്തോട്ടെ, നീ എനിക്കൊരു കട്ടൻ ചായയാണ്. ഇങ്ങനത്തെ പാട്ടും പാടിക്കൊണ്ട് ഗൈസ്. എനിക്ക് ഈ വണ്ടിയിൽ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ടു. ആ കടന്ന് ആടുന്ന സാധനമൊക്കെ കാണാൻ എന്ത് രസമാണ്.
തുള്ളി കളിക്കണ്ട. തുള്ളി കളിച്ചാൽ ചിലപ്പോൾ പണി വാളും. വണ്ടി കയറുന്നില്ല. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഈ വണ്ടി ഇതാ പുറകോട്ട് പോകും. നമ്മൾ ഓടിച്ചോടിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇനിയും പോകാനുണ്ട്. ഇനിയും ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും. ഓടിച്ചെത്തിയില്ല. നമ്മൾ ഒരു 1.5 മണിക്കൂറായി ഓടിച്ചു തുടങ്ങിയിട്ട്. കണ്ടിന്യൂസ് ഗൈസ്. നമ്മൾ മറ്റേ മലേൻ്റെ അവിടെ എത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡാക്കിയായിരുന്നു റെസ്റ്റ് എടുക്കാൻ വേണ്ടി. പിള്ളേർക്ക് വിശക്കുന്നതിന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോയി. അതുകൊണ്ട് എത്താനായും തോന്നുന്നു സ്ഥലത്ത്. എനിക്കറിയില്ല. പിള്ളേർ വണ്ടിയുടെ അകത്ത് പോയിരുന്നു പടമൊക്കെ ആയിരിക്കണം ഗൈസ്. ഫുള്ള് പടം വരെയാണ്. എന്നോടിങ്ങനെ സംസാരിക്കുക ചേട്ടൻ നമ്മൾ എവിടെ പോകുന്നതൊക്കെ. ഇവരെ പിള്ളേർ സർപ്രൈസ് ആയിട്ടാണ് ഗൈസ് പോകുന്നത്. ഫാദർ ആൻഡ് മദർ ടോൾഡ് ടു മീ. നമ്മൾ 156 ഗൈസ് പോകുന്നത്. ഇതിന് ബ്രേക്കിംഗ് എനിക്കറിയത്തില്ല. പിടിച്ച് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാർ വാഷിംഗ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പിള്ളേർ അവിടെ ഭയങ്കര അടിയാണ് ഗൈസ്. ഇവിടെ ഭയങ്കര അടിയാണ്. സോറി കേട്ടോ. മാറിപ്പോടാ. കൊമ്പം ബസ് വരുന്നുണ്ടല്ലേ ഗൈസ്. പിന്നെ എനിക്ക് വണ്ടി നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല കൺട്രോളിങ് ആണ് വണ്ടിക്ക്. ഇവിടെ തെന്നിപ്പോയാലും ഒരു കുഴപ്പവുമില്ല. പിന്നെ സ്പീഡ് കൂടിയാൽ ചിലപ്പോൾ അൺകൺട്രോളബിൾ ആയിരിക്കും. ഗൈസ് ഇവിടെ ഒരു കാർ വാഷിംഗ് സെൻറ്റർ ഉണ്ട് ഗൈസ്. പെട്രോൾ പമ്പായിരുന്നു. കാർ വാഷിംഗ് സെൻറ്റർ ഗൈസ്. വണ്ടി പോകുന്നില്ലല്ലോ ഗൈസ്. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഏതാ വണ്ടി വേണ്ടതെന്ന് വെച്ചാൽ അത് പറയണം ഗൈസ്. നിങ്ങൾ പറയുന്ന വണ്ടി ഞാൻ എടുക്കും. ഗൈസ് അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തണം. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡിലെത്താനായപ്പോഴേക്ക് എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി റെഡി ഗൈസ്. പിന്നെ ഞങ്ങൾ വണ്ടീൻ്റെ ലുക്ക് ഉണ്ടായിരുന്നു. വണ്ടി മൊത്തം ചെളി പിടിച്ച് guys.